ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അയർലൻഡിലെ വെക്സ്ഫോർഡിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ അയർലൻഡിൽ വന്നപ്പോൾ തൊട്ടുള്ള നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു സ്ഥലം കാണാൻ പോവുകയാണ്, സോൾട്ടി ഐലൻഡ്. ആ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോയാലോ. അയർലൻഡിലെ തെക്കൻ തീരത്ത് കൗണ്ടി വെക്സ്ഫോർഡിലെ കിൽമോർ ക്യൂവേ എന്ന ചെറിയ ഗ്രാമത്തിനടുത്താണ് ഈ മനോഹര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വീപിലേക്ക് പോകാൻ ഈ കാണുന്ന ചെറിയ ഫെറി ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ എല്ലാ ദിവസവും ഫെറി സർവീസുകളുണ്ട്. അമ്മക്കുട്ടിയും അന്നക്കുട്ടിയും ഈ കടൽ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ട്. ദ്വീപിലേക്ക് വലിയ ബോട്ടുകൾ അടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറിയ ഡിങ്കി ബോട്ടുകളിൽ വേണം നമ്മൾക്ക് തീരത്തെത്താൻ. ഗ്രേറ്റ് സാൾട്ടി, സ്മോൾ സാൾട്ടി എന്നീ രണ്ട് ദ്വീപുകൾ ചേർന്നതാണ് ഈ ഭൂപ്രദേശം. നിലവിൽ ഗ്രേറ്റ് സാൾട്ടി ഐലൻഡിൽ മാത്രമാണ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത്. മൈക്കിൾ നീൽ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ഇന്ന് ഗ്രേറ്റ് സാൾട്ടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രിൻസ് ഓഫ് സാൾട്ടി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മനുഷ്യവാസമില്ലാത്ത സാൾട്ടി ദ്വീപുകൾക്ക് മറ്റെന്തിനേക്കാളും പ്രശസ്തി നൽകുന്നത് ഇവിടുത്തെ വൈവിധ്യമാർന്ന പക്ഷി സമ്പത്താണ്. പഫിൻ, ഗന്നറ്റ്, റോസ്ബീർ, ഫുൾമാർ തുടങ്ങിയ പക്ഷികൾ ഇവിടെ ധാരാളമുണ്ട്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന യാത്രികർക്ക് ഇവിടെ നൽകുന്ന കാഴ്ചകൾ ചെറുതല്ല. സാൾട്ടി ദ്വീപുകൾക്ക് പൗരാണികമായ ഒരു ചരിത്രമുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ കള്ളക്കടത്ത്, മത്സ്യബന്ധനം തുടങ്ങിയവയ്ക്കായി ഈ ദ്വീപുകൾ ഉപയോഗിച്ചിരുന്നു. പഫിൻ പക്ഷികളെ കാണാനാണ് ഈ ദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ യാത്രികർ എത്തുന്നത്. പഫിൻ ഒരുപക്ഷെ ഏറ്റവും ക്യൂട്ടായി കാണപ്പെടുന്ന കടൽ പക്ഷിയാണ്. വെളുത്ത കണ്ണുകൾക്കിടയിൽ കറുത്ത തല, ഓറഞ്ച് താടിയും ചുണ്ടുകളുമുള്ള ഇവയുടെ മുഖം കാണാൻ പാവക്കുട്ടിയുടെ പെയിൻറ് ചെയ്ത മുഖം പോലെയാണ്. പഫിൻ പക്ഷികൾ പ്രധാനമായും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. അവയുടെ ജീവിതത്തിലെ വലിയ ഭാഗം മുഴുവൻ അവർ ചെലവഴിക്കുന്നത് കടലിലാണ്. പക്ഷേ മുട്ടയിടാൻ മാത്രം ഏപ്രിൽ മാസം മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഇവ കരയിലേക്ക് എത്താറുണ്ട്. കടൽ തീരത്തുള്ള പാറക്കെട്ടുകളിലും മണ്ണിനടിയിലെ കുഴികളിലുമാണ് ഇവ കൂടുകൾ നിർമ്മിക്കുന്നത്. പഫിൻ പക്ഷികൾ പേറായാണ് ജീവിക്കുന്നത്. ഒരു സീസണിൽ ഒരു മുട്ട മാത്രമാണ് ഇവ ഇടുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരുന്നാണ് മുട്ട വിരിയിച്ചെടുക്കുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞിനെ പഫ്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. 6 മുതൽ 8 ആഴ്ചകൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങൾ പറന്നു തുടങ്ങുന്നത്. ഇതോടെ ഇവ തനിച്ച് കടലിലേക്ക് പോകുന്നു. 2 മുതൽ 5 വർഷം വരെ തുടർച്ചയായി കടലിൽ കഴിഞ്ഞ് പ്രായപൂർത്തി ആയതിനു ശേഷം ഇവ വീണ്ടും തിരിച്ച് മുട്ടയിടുന്നതിനായി തീരത്തേക്കെത്തും. ഇവയുടെ മറ്റൊരു പ്രത്യേകത, ഇവയ്ക്ക് ജീവിത അവസാനം വരെ ഒരു ഇണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ഇവ നിർമ്മിക്കുന്ന അതേ കൂട്ടിലേക്ക് തന്നെ എല്ലാ വർഷവും എത്തിച്ചേരും. കാലാവസ്ഥ മാറ്റവും പ്ലാസ്റ്റിക് മലിനീകരണവും മത്സ്യബന്ധനത്തിലെ അതിക്രമങ്ങളും ഇവയുടെ എണ്ണത്തെ ഗണ്യമായി ബാധിക്കുന്നുണ്ട്. ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്. ഇവിടെ വന്ന് ഒരു ദിവസം ചെലവഴിക്കുന്നത് പ്രകൃതിയുടെ ഉള്ളിലേക്ക് ഒരു തിരിച്ചുവിളിയാണെന്ന് തന്നെ അനുഭവപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.